ശ്രീലത ടീച്ചറാണ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നത്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇവരുടെ പ്രവർത്തനങ്ങൾ. നോക്കിക്കേ, സൈക്കിൾ സവാരിക്ക് കൂടി ഇവർക്ക് ട്രെയിനിങ് നൽകുന്നു. എന്താണെങ്കിലും ഇതിന്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ജഡ്ജിംഗ് കമ്മിറ്റിക്ക് കാര്യമായി ചോദിക്കാനുണ്ടാവും. സർ, കണ്ണൻ സർ. ഇത് കണ്ടപ്പോൾ തോന്നിയത് ഏത് സമൂഹത്തിൻ്റെതായാലും അതിൻ്റെ ഭാവി എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇത്രയും വിപുലമായിട്ട് ഒരു പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്താനുള്ള പ്രചോദനം എങ്ങനെ ഉണ്ടായി? ഓരോ സ്കൂളിലുള്ള പ്രധാന അധ്യാപകൻ്റെയും ആ വാർഡിലുള്ള മെമ്പറുടെയും നേതൃത്വത്തിൽ പ്രാദേശികമായി വളരെ വിപുലമായിട്ടുള്ള സ്വാഗത സംഘം വിളിച്ചു ചേർത്തുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങളുടെയും PT അംഗങ്ങളുടെയും മറ്റ് ആ പ്രദേശത്തുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി വളരെ വിപുലമായ ഒരു ആഘോഷ പരിപാടി തന്നെയാക്കിയാണ് ഞങ്ങൾ നടത്തി വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, കുറഞ്ഞ പണം, അതായത് 5000 രൂപ ആണ് ഞങ്ങൾ പദ്ധതിയിൽ വകയിരുത്തുന്നതെങ്കിൽ അത് 50,000 രൂപയുടെ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ പദ്ധതിയാക്കി മാറ്റുന്ന രീതിയിലേക്കാണ് ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ വിഭാവനം ചെയ്യുന്നത്. ഇതുകൊണ്ട് പ്രകടമായിട്ട് എന്ത് മെച്ചമാണ് നിങ്ങൾ കാണുന്നത്? ഓരോ വർഷവും ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട്, അതായത് LSS USS പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ പരിശീലനം നൽകും. ഈ പരിശീലനം നൽകി കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് പരിശീലന പരിപാടിയുടെ ഭാഗമായി 10 കുട്ടികളാണ് ഒരു വർഷം വിജയിക്കുന്നതെങ്കിൽ അടുത്ത വർഷം 20 കുട്ടികൾ വിജയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ LSS പരീക്ഷയിലാണെങ്കിൽ കുട്ടികളോടും ചോദ്യങ്ങൾ ചോദിക്കും. ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷാ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രയാസം, പ്രശ്നാപഗ്രഥനം, ഗണിത മേഖലയിലുള്ള പ്രശ്നങ്ങളെ ഞങ്ങൾ കൂടുതൽ പ്രയാസം നേരിടുന്നത്. അന്നേരം അതനുസരിച്ചിട്ട് അതേ രീതിയിലുള്ള ആസൂത്രണമാണ് ഞങ്ങൾ അടുത്ത വർഷം ചെയ്തത്. ഇതേ രീതിയിൽ ഓരോരോ പ്രൊജക്റ്റുകളും, ഇതൊരു ഉദാഹരണം മാത്രം. അരിക്കുനി റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പിന്നെ കോഴിക്കോട് ആകാശവാണി നിലയത്തിലേക്ക് കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ടോ? അതുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ? കോഴിക്കോട് ആകാശവാണിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള 2 സ്കൂളുകളിലെ കുട്ടികൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചിട്ടുള്ള ആകാശവാണി ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്കൂളുകളിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ആകാശവാണിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് പഞ്ചായത്ത് നടത്തിയ ഇടപെടലുകൾ വളരെ ശ്ലാഘനീയമാണ്. എനിക്ക് അറിയാനുള്ളത്, ഇത് ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറമായിട്ട് ഒരു ദീർഘകാല വീക്ഷണം, ഒരു 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് പഞ്ചായത്തിലെ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കിട്ടേണ്ടത്, ആ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും സ്കൂളിലെത്തുന്നുണ്ടോ, അവരെല്ലാവരും 10-ലെത്തുന്നുണ്ടോ, എത്ര പേര് പാസ്സാകുന്നു, അതിലെത്ര ആകണം, അത് കഴിഞ്ഞ് അവർ 12ാം ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടോ, അത് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള പരിശീലനം കിട്ടുന്നുണ്ടോ, ഇങ്ങനെ ഒരു സമഗ്രമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഇടപെടലുകൾ എന്നാണ്? അതെ അതെ. എന്താണ് ആ കാഴ്ചപ്പാട്? പ്രൈമറി തലം തൊട്ട് ഹൈസ്കൂൾ തലം വരെയുള്ള വ്യത്യസ്ത തലങ്ങളിൽ ഞങ്ങൾ ഈ മുന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മാത്രമല്ല, പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കൂടി കണ്ടെത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള സഹവാസ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പിന്നെ ഇവിടെ നടത്തിയ വിദ്യാഭ്യാസ രംഗം നടത്തിയ ഒട്ടേറെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് സ്കൂളിലേക്ക് ഒഴിഞ്ഞുപോക്ക് തടയാനും പുതുതായി കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് എണ്ണം വർദ്ധിപ്പിക്കാനും കരുതിയിട്ടുണ്ട്. സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻ ട്രൈബൽ സപ്ലൈന് ചിലവ് 43% ഉള്ളൂ. കാരണം ഇത് 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് തരുന്ന ഗ്രാൻഡാണ്. അപ്പോൾ അതിൽ 57% നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമുള്ള കാര്യമാണ്. 2008-09 ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതേ രീതിയിൽ വന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള നേരത്തെ പറഞ്ഞ ശതമാനത്തിന്റെ കണക്ക് 55% അതിന്റെ പ്രശ്നം അതാണ്. അതെ, വളരെ സന്തോഷമുള്ള ഇനീഷ്യേറ്റീവ് ആണ്. എനിക്ക് ചോദിക്കാനൊന്നുമില്ല, എല്ലാവരും ചോദിച്ചു. പ്രിയയ്ക്ക് ചോദിക്കാനില്ലാത്തതുകൊണ്ട് ഒരു സംശയം കൂടെ ചോദിക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഞങ്ങൾ പലരും ഇത് പലപ്പോഴും വളരെ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി, അതിലും 100% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനസഹായമാണ്. അപ്പോൾ അത് നമ്മൾ പരമാവധി ഉപയോഗിക്കണം. കഴിഞ്ഞ വർഷം നിങ്ങൾ തന്ന റിപ്പോർട്ട് അനുസരിച്ച് ശരാശരി 12 ദിവസം തൊഴിൽ ദിനങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അതും കൊടുത്തിട്ടുള്ള കുടുംബങ്ങളുടെ എണ്ണം 571. പക്ഷേ കാർഡ് കൊടുത്തിട്ടുള്ള കുടുംബങ്ങളുടെ എണ്ണം ഏകദേശം 2000-ഓളം വരും, 1971. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് സാധ്യതയുള്ളൊരു മേഖലയാണ്. ഇപ്പോൾ കൃഷിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗിച്ചുകൊണ്ട് ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വലിയ ചിലവില്ലാതെ പറ്റും. വലിയ ചിലവില്ലെന്ന് മാത്രമല്ല, മുഴുവനും നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം സർ 1200 കുടുംബങ്ങൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു.
അതായത് 2009-10 ഇതിന് ശേഷം. അപ്പൊ ഇത് ആദ്യത്തെ വർഷമാണോ? ആദ്യത്തെ വർഷമാണ്. പാതിക്ക് ശേഷമാണ് അത് ആരംഭിച്ചത്. അതിന്റെ സാങ്കേതിക തടസ്സങ്ങളും ഒരുപാട് വന്നു. ഈ വർഷം വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തെ പുരോഗതിയെ കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്നു. ഇനി അടുത്ത് വരുമ്പോൾ നമ്മൾ ഇനിയും ചോദിക്കും. ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. പ്രസിഡന്റ് അധ്യാപികയാണോ? അതെ. അത് മനസ്സിലായി. ഇപ്പൊ പറഞ്ഞ കാര്യം നിന്ന് മനസ്സിലായി. അപ്പോ ഇനി മാർക്ക് അറിയേണ്ട സമയമാണ്. നമുക്ക് നേരെ ജഡ്ജസിലേക്ക്. കണ്ണൻ സർ. എന്റെ മാർക്ക് നരിക്കുനി പഞ്ചായത്തിന് 15-ൽ 12.5. 15-ൽ 12. 10-ൽ 7 മാർക്ക്. നരിക്കുനി ഗ്രാമപഞ്ചായത്തിന് ടോട്ടൽ കിട്ടുന്ന സ്കോർ 45.5 മാർക്ക് ഔട്ട് ഓഫ് 60. 60-ൽ 45.5 മാർക്ക്. ഇവരെ സപ്പോർട്ട് ചെയ്യാനായി SMS ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് NKN സ്പേസ് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. കണ്ണമാഷ്, ഈ പഞ്ചായത്തിനെ കുറിച്ച് എന്താണ് സാറിന്റെ വിലയിരുത്തൽ? എൻ്റെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന് കൊടുത്തിട്ടുള്ള ഒരു പ്രാധാന്യം അത് വളരെ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് ഇന്നത്തെ ടീമിനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 3 സ്ത്രീകൾ വന്നിട്ടുണ്ട് ഇവിടെ. അവരോടൊപ്പം തന്നെ 2 പുരുഷ പ്രതിനിധികളും നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ RVG പറഞ്ഞ പോലെ നമുക്ക് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ടീച്ചർ ഒരു ലക്ഷ്യം വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് നേട്ടങ്ങളെ കാണാൻ പറ്റൂ. അതിൻ്റെ എത്ര ശതമാനം നമ്മൾ ഓരോ വർഷവും നേടി എന്നുള്ളത്. അപ്പോൾ വ്യക്തമായ ഒരു പദ്ധതി 10 വർഷത്തെയോ മറ്റേ ഒരു പരിപ്രേക്ഷ്യം എടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നീങ്ങുകയാണെങ്കിൽ ഏത് സമിതികൾ വന്നാലും അവരെന്തെല്ലാം ചെയ്തു, എത്രത്തോളം നമ്മൾ എത്ര മൈൽ പോസ്റ്റുകൾ കടന്നു എന്നറിയാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിനു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിനു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ചിരമെത്ര പരസ്പര ബന്ധിതമാണെല്ലാം, ഇതിൽ നാം ഇഴ ചേർന്നവർ താളതരംഗങ്ങൾ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.